കൃഷ്ണായനം 53 ദേവാംഗനാ ഗോപികകൾ. നാരദൻ കഥ തുടർന്നു. മാളവദേശത്തിൽ നീതിമാനും ധനവാനുമായി ദിവസ്പതി എന്നൊരു ഗോപനുണ്ടായിരുന്നു. ശ്രേഷ്ഠനായ ദിവസ്പതി ഭാര്യമാരുമൊത്ത് തീർത്ഥാടനത്തിനിറങ്ങി പാപഹാരികളായ അനേകം പുണ്യതീർത്ഥങ്ങളാടി. അദ്ദേഹവും പത്നിമാരും മധുരയിലെത്തി. മധുരയിൽ കുറേ നാൾ വസിച്ചപ്പോൾ ഗോകുലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹം വ്രജഭൂമിയിലേക്ക് ഭാര്യമാരുമൊത്ത് യാത്രയായി. അവർ അമ്പാടിയിലെത്തി നന്ദഗോപന്റെ അതിഥികളായി കുറേ ദിവസം വസിച്ചു. ലാളിത്യമുള്ള പ്രകൃതിയിൽ ആകൃഷ്ടരായ ദിവസ്പതിയുടെ പത്നിമാർ ഗോകുലത്തിൽ തുടർന്ന് താമസിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ദിവസ്പതിക്കും അത്തരമൊരു ചിന്ത ജനിക്കാതിരുന്നില്ല. അദ്ദേഹം നന്ദഗോപനോട് വിവരം ഉണർത്തിച്ചു. അവരുടെ ആഗ്രഹം ഗോപനിൽ സന്തോഷമാണ് ഉളവാക്കിയത്. കാളിന്തിയുടെ കരയിൽ ഒരു ഗ്രാമം കൂടി ഉയർന്നു. ദിവസ്പതി ഗ്രാമത്തലവനായി. അനേകം ഭവനങ്ങളും ഗോശാലകളും ഉയർന്നു. എല്ലാത്തിനും നന്ദഗോപൻ സഹായം നൽകി. ദേവല മഹർഷിയുടെ അനുഗ്രഹത്താൽ ദേവസ്ത്രീകൾ ദിവസ്പതിയുടെ ഭാര്യമാരിൽ ഗോപാംഗനകളായി ജനിച്ചു. നാൾക്ക് നാൾ വളർന്നു വന്ന ആ കന്യകമാർ പൂർവജന്മ സ്മരണയാൽ കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചു തുടങ്ങി. കണ്ണനെ സ്വന്തമാക്കുവാൻ അവരും മാഘവ്രതം അനുഷ്ഠിച്ചു. അരുണോദയത്തിൽ യമുനയിലിറങ്ങി സ്നാനം ചെയ്ത അവർ ശ്രീകൃഷ്ണ ലീലകൾ ഉറക്കെ പാടി തുടങ്ങി. പ്രസന്നനായ കണ്ണൻ അവരോട് വരങ്ങൾ ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. നാഥ, മയിൽപീലി ചൂടി ഓടക്കുഴൽ വിളങ്ങുന്ന അങ്ങയുടെ രൂപം എപ്പോഴും കാണുന്നതിന് അനുഗ്രഹിക്കണം. കണ്ണൻ അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു. പുഷ്ടിയൊത്ത പയോധരങ്ങളിൽ കവിൾ ചേർത്തും അരുണാഭമിന്നുന്ന ചുണ്ടുകളിൽ അധരമണച്ചും കാമലീലകളാടി ഭഗവാൻ അവരുടെ മോഹത്തിന് പൂരണമേകി. 54 ജാലന്ധര ഗോപികകൾ. നാരദൻ ഗർഗാചാര്യനോട് ഗോപികമാരുടെ കഥ തുടർന്നു. സപ്തനദിക്കരയിൽ സർവസമ്പൽ സമൃദ്ധിയോടുകൂടിയ രംഗപത്തനം സ്ഥിതി ചെയ്യുന്നു. ആ പുരം ഭരിക്കുന്നത് രംഗോജി എന്ന ഗോപനായിരുന്നു. 2 യോജന വിസ്താരമുള്ള നഗരമാണ് രംഗപത്തനം. അധ്വാനശീലരായ ജനങ്ങളാണ് ആ നഗരത്തിൻ്റെ ഐശ്വര്യദാതാക്കൾ. ഹസ്തിനാപുരത്തിലെ രാജാവായ ധൃതരാഷ്ട്രന് കപ്പം കൊടുക്കുന്ന സാമന്ത നഗരമായിരുന്നു രംഗപത്തനം. വർഷം തോറുമുള്ള ഈ ഋണബാധ്യത രംഗോജിക്ക് അത്ര കാമ്യമായി തോന്നിയില്ല. അദ്ദേഹം കപ്പം കൊടുക്കുന്ന കീഴ്വഴക്കം നിർത്തിവെച്ചു. ഹസ്തിനാപുരത്ത് നിന്ന് യഥാസമയം ദൂതന്മാർ വന്നു. കപ്പം എത്തിച്ചില്ലെങ്കിൽ ഫലം ഗുരുതരമായിരിക്കുമെന്ന അന്ത്യശാസനം ഹസ്തിനാപുരത്തു നിന്നും എത്തി. പണത്തിൻ്റെ അഹങ്കാരത്തിൽ രംഗോജി അതും കണക്കാക്കിയില്ല. രംഗോജിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കൗരവ രാജധാനി തീരുമാനിച്ചു. വമ്പിച്ച പടയുമായി പടനായകർ വന്നു. 4 ഭാഗത്തു നിന്നും തിരമ്പിക്കയറിയ സൈന്യങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ രംഗപത്തനത്തിന് കഴിഞ്ഞില്ല. രംഗോജി യുദ്ധം ചെയ്ത് നിന്നെങ്കിലും ഒടുവിൽ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞു. രംഗോജിയെ പിടിച്ചുകെട്ടി അന്ധഭൂപൻ്റെ മുന്നിൽ ഹാജരാക്കി. കപ്പം തരാതെ ധിക്കരിച്ച സാമന്ത രാജാവിനെ തുറുങ്കിലടയ്ക്കുവാൻ ചക്രവർത്തി തീരുമാനിച്ചു. അങ്ങനെ രംഗോജി ഠാണാവിലായി. എന്നിട്ടും ധനലോഭം മൂലം രംഗോജി നികുതി കൊടുക്കുവാൻ തയ്യാറായില്ല. വർഷങ്ങൾ ചിലത് കടന്നു. രംഗോജി എങ്ങനെയോ തുറുങ്കിന് പുറത്തു കടന്ന് ഭവനത്തിലെത്തി. രംഗോജി രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞതും ഹസ്തിനാപുരത്തിൽ നിന്ന് വമ്പിച്ചൊരു സൈന്യം രംഗപത്തനത്തിലേക്ക് പുറപ്പെട്ടു. ഭവനത്തിലെത്തിയ രംഗോജിക്ക് ഒരു കാര്യം ബോധ്യമായി. കൗരവർ അഭിമാനികളാണ്. അവർ പടയൊരുക്കി വരും. ഇനി തന്നെ ലഭിച്ചാൽ അവർ കൊല്ലുകയും ചെയ്യും. എങ്ങനെയും യുദ്ധം ചെയ്യിക്കണം. അതിനെന്താണ് മാർഗം? ചില കാര്യങ്ങൾ ചിന്തിച്ചുറച്ച രാജാവ് സന്ദേശവുമായി ദൂതനെ മധുരാധിപനായ കംസന്റെ സവിധത്തിലേക്ക് അയച്ചു. ദൂതൻ സഭയിലെത്തി കംസനോട് ഇങ്ങനെ പറഞ്ഞു. പ്രഭു, മധുരാനാഥ, രംഗപത്തനം എന്ന ചെറിയ നഗരത്തിൻ്റെ നാഥനായ രംഗോജിയുടെ ദൂതനാണ് ഞാൻ. വിധിയുടെ ക്രൂരത കൊണ്ട് സുരക്ഷിതമല്ലാത്ത രാജ്യത്തെ സംരക്ഷിക്കുവാൻ അദ്ദേഹം അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. രംഗപത്തനം ഐശ്വര്യപൂർണമായ നഗരമാണ്. ശത്രുക്കൾ ആ പുരി വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങ് ദീനന്മാരെയും ദുഃഖിതരെയും രക്ഷിക്കുന്നതിൽ തൽപരനാണ്. നരകാസുരനടക്കം ബലവാന്മാരായ എത്ര പേരാണ് അങ്ങയുടെ വാക്കുകൾ പ്രകീർത്തിക്കുന്നത്. ദേവനാഥനെ ജയിച്ച് അദ്ദേഹത്തിൻ്റെ ഛത്രവും ചാമരവും കൊണ്ടുവന്ന താങ്കൾക്ക് ആരെ രക്ഷിക്കുവാനാണ് കഴിയാത്തത്? ഭവാന്റെ ബലത്തെ
അധകരിക്കുവാൻ മന്നിടത്തിൽ ആരാണുള്ളത്? ശരണാഗതനായ രംഗോജിയെ അങ്ങ് രക്ഷിച്ചാലും. വിവരങ്ങൾ വിശദമാക്കിയ ദൂതവചനം കേട്ട് ആഹ്ലാദചിത്തനായ കംസൻ രംഗപത്തനത്തിലേക്ക് പുറപ്പെട്ടു. മുഷ്ടികൻ, ചാണൂരൻ, കേശി, വ്യോമാസുരൻ എന്നിവരോടൊപ്പം കംസൻ വമ്പിച്ച സൈന്യവുമായി കൗരവപ്പടയെ എതിരിട്ടു. യുദ്ധം അധിക നേരം നീണ്ടുനിന്നില്ല. കംസനോട് കൗരവപ്പടയ്ക്ക് പിടിച്ചു നിൽക്കുവാനായില്ല. അവർ തോറ്റു ചിതറി. കാലുകൊണ്ട് രഥങ്ങൾ തല്ലിത്തകർത്തും ആനകളെ പൊക്കിയെടുത്തെറിഞ്ഞും കുതിരകളെ നിലത്തടിച്ചും കാലാൾപ്പടയെ തൂത്തുവാരിയും കംസനും കൂട്ടരും കൗരവപ്പടയിൽ പെരുമാറി. രംഗോജിയും കംസനും സുഹൃത്തുക്കളായി. കംസൻ അവരെ മധുരയിലേക്ക് കൂട്ടി. വ്രജഭൂമിയിൽ കാളിന്തിയുടെ കരയിൽ ബാർഹിഷതം എന്ന ഗ്രാമം തീർത്ത് രംഗോജിയും കൂട്ടരും വസിച്ചു. രംഗോജിയുടെ ഭാര്യമാരിൽ ജാലന്ധരികൾ ഗോപികമാരായി പിറന്നു. പൂർണ്ണ യൗവനയുക്തകളായി വിലാസവതികളായി തീർന്ന ആ കന്യകമാർ കണ്ണൻ്റെ ഇഷ്ടസഖികളായി മാറി. ചൈത്രമാസത്തിൽ മാധവൻ കാളിന്തിയുടെ കരയിൽ അവരുമൊത്ത് പ്രണയലീലകളാടി. നാരദൻ പറഞ്ഞു: ഗർഗാചാര്യരെ, ഗോപികമാരുടെ കഥകൾ നാം പറഞ്ഞു കഴിഞ്ഞു. കാലങ്ങൾക്കപ്പുറത്ത് ദേവൻ്റെ മറ്റ് അവതാരങ്ങളിൽ അനുഗ്രഹം നേടിയ സുന്ദരിമാരെല്ലാം ഗോപികമാരായി ജനിച്ചു. അതിസൗന്ദര്യമുള്ള മറ്റൊരു ഭാഗം ഗോപികമാരാണ് ശോണപുരത്തിലുള്ളത്. വ്രജത്തിനടുത്തുള്ള ഒരു ശോഭന ഗ്രാമമാണ് ശോണപുരം. അവിടെ നന്ദൻ എന്ന ശ്രേഷ്ഠൻ്റെ 5000 ഭാര്യമാരിലാണ് ഇവർ ജനിച്ചത്. നാഗേന്ദ്ര കന്യാഗോപികകൾ സൗന്ദര്യ തികവിൽ ശ്രേഷ്ഠരാണ്. ഈ ഗോപികകൾ മറ്റുള്ളവരോടൊപ്പം രംഗത്ത് വന്ന് രാസലീലകൾ ആടാറില്ല. ലത പോലെ തനുവുള്ളവരാണ് ആ ഗോപികകൾ. അവരുടെ സ്ഥലങ്ങൾ പൃഥുലമാണ്. നിതംബ ജഗനങ്ങളും പീനമത്രേ. അവരുടെ ഊയലാടുന്ന നടുവും ലതാസമാനമായ കരങ്ങളും സവർണം പരത്തുന്ന കവിൾത്തടവും മറ്റ് ഗോപികമാർക്ക് അസൂയ ഉണ്ടാക്കുന്നതാണ്. നാഗേന്ദ്ര കന്യാ ഗോപികമാർ ബലഭദ്രനുമൊത്ത് രതിലീലകളാടി. മധുമാസത്തിൽ കാളിന്തി തീരത്തുള്ള കദംബ വൃക്ഷത്തിൽ ഊഞ്ഞാൽ കെട്ടി ഗോപികമാർ കണ്ണനുമൊത്ത് നൃത്തമാടി. വസന്തത്തിൽ പൂത്തുലഞ്ഞ വൃന്ദാവനത്തിലെ വൃക്ഷലതാദികളും മധുവുണ്ട് മതിച്ചു നടക്കുന്ന വണ്ടുകളും ആടുന്ന മയിലുകളും കളപൂജനം ചെയ്യുന്ന കുയിലുകളും കാളിന്തിയിൽ നിന്ന് വീശുന്ന സുഖശീതളമായ മന്ദമാരുതനും ചേർന്ന് ആ രംഗത്തിന് കൊഴുപ്പേകി. നാരദൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഗർഗാചാര്യൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഭഗവാന്റെ ലീലകളിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്ന് ഗർഗന് മനസ്സിലായി. അവനിയുടെ ജന്മം മുതലുള്ള എല്ലാ വരങ്ങളും കണ്ണനിലൂടെ പൂർണ്ണമാവുകയാണ്. നാരായണ കഥകൾ പറയുന്നതിൽ ഔത്സുക്യമാർന്ന മനസ്സുമായി നാരദൻ അമ്പരമേറി. ഗർഗൻ കണ്ണൻ്റെ മുഖദർശനത്തിന് വൃന്ദാവനത്തിലേക്കും നടന്നു.